ഹലോ ബൈറ്റ്സിൻ്റെ ബറേലി സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 4 മെയിൻ ശിവക്ഷേത്രങ്ങളുണ്ടല്ലോ ബറേലിയിലുള്ള അതിൽ രണ്ടാമത്തേതായ പശുപതിനാഥ് ടെമ്പിളാണ്. ബറേലി പിലിഭിത്ത് റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ശിവക്ഷേത്രമാണിത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇതിന്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ട് കാണാം. ഞങ്ങളവിടെ എത്തിയതൊരു മോർണിംഗ് 7:30 8ൻ്റെ ഇടയിലാണ്. വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ റഷ് ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കർക്കിടക മാസം പോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മന്താണ് ശ്രാവൺ എന്നുള്ളത്. ആ സമയത്ത് ശിവഭഗവാന്റെ വേണ്ടിയിട്ടുള്ള പൂജകളും പ്രത്യേക ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് ഇവർ കാവടി എടുത്തിട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് കാവടി എടുത്തിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് ജലധാര നടത്തിയിട്ടാണ് പോകാറുള്ളത്. ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മൾ അതിൽ ചവിട്ടിയിട്ട് മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാല് കഴുകിയിട്ട് കയറുക എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. അതിൽ വെള്ളത്തിൽ ചവിട്ടിയിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ കുറേ പ്രത്യേകതകളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ് ടെമ്പിളിൻ്റെ അതേ മാതൃകയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ ഷെയ്ഡ്സും മേലെയുള്ള പഗോഡയൊക്കെ കണ്ടപ്പം അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വരുന്നതല്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ നിന്നപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വന്നു കേട്ടോ. പക്ഷെ അപ്പോൾ അവിടെ നിന്ന് ആരോടും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് 5 മുഖമുള്ള ശിവലിംഗം കാണുന്നത്, 4 സൈഡിലും പിന്നെ ഒരെണ്ണം മുകളിലുമായിട്ട്. അപ്പോൾ ഇതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ വേറെ എവിടെയും ഇങ്ങനെ ഒരു ശിവലിംഗം കണ്ടിട്ടില്ല. പിന്നെ ക്ഷേത്രത്തിനകത്ത് ശിവഭഗവാന്റെ 108 നാമങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ 108 ശിവലിംഗങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ആ നേപ്പാളിൽ പറഞ്ഞിട്ടുള്ള ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ 108 ശിവലിംഗങ്ങളുണ്ട്. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ വേറെ എവിടെ ഇങ്ങനെ ഇത്രയും ശിവലിംഗങ്ങൾ ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും വെള്ളമാണ്. ആ വെള്ളത്തിൽ നിറയെ മീനും ആമകളുമാണ്. ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ കണ്ടുവരുന്ന മീനിന് ഒരെണ്ണത്തിന് ഇവിടെ കണ്ടത്. നമ്മുടെ ഈ ഫിലോപ്പിയ ഉണ്ടല്ലോ, നിറയെ ഫിലോപ്പിയ മീനും അതിൻ്റെ കുഞ്ഞുങ്ങളുമായിരുന്നു ആ വെള്ളത്തിൽ. അവിടെ നിന്ന് നമ്മൾ നടന്നിട്ട് ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പം അവിടെ നമുക്ക് നല്ലൊരു കൈലാസത്തിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചത് കാണാൻ പറ്റും. അതൊരു ഫൗണ്ടെയിൻ പോലെ അതിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് നന്ദീൻ്റെ പുറത്തിരിക്കുന്ന പോലെയാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമുക്ക് രുദ്രാക്ഷത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മരം കൂടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. ഇവിടെ വലിയൊരു മണ്ഡപമുണ്ട് കേട്ടോ. അവിടെ ഈ ശിവരാത്രിൻ്റെയും നവരാത്രിൻ്റെയും ഒക്കെ ടൈമിൽ നിറയെ പ്രോഗ്രാംസൊക്കെ നടക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയാണ് ബറേലിയിലെ പശുപതിനാഥ് മന്ദിറിൻ്റെ കാഴ്ചകൾ. ബാക്കിയുള്ള ബറേലിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. ദിസ് ഈസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.